ഗൈസ് ആകെ താടിയൊക്കെ പിടിച്ച് ആകെ ലുക്കൊക്കെ പോയി കേട്ടോ. വേറെ ഒന്നുമില്ല, ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വന്നല്ലേ. അപ്പോൾ ബാർബർ ഷോപ്പിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാലാകെ പണി കിട്ടിയിരിക്കല്ലേ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഷേവ് ചെയ്ത് കളഞ്ഞ കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരാഴ്ച റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ, ആ ടൈമിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അമ്മ വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങൻ്റെ ഇലയും പിന്നെ അതേപോലെ ചക്കക്കുരു ഇട്ടുള്ള കറി കേട്ടോ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കറികളാണ് അതൊക്കെ കേട്ടോ. മുരിങ്ങ താളിപ്പ്, മുരിങ്ങൻ്റെ ഇല വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുക, മുരിങ്ങൻ്റെ ഉണ്ട് ചക്കക്കുരും കൂട്ടാൻ, അങ്ങനെ കറി വെക്കണം. ഭയങ്കര ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഒക്കെയാണ് എനിക്ക് മെയിനായിട്ട് വീട്ടിൽ വരുമ്പോൾ. മീൻ ഇറച്ചി അങ്ങനെ വല്ല കൂട്ടില്ല ഞാൻ. എനിക്ക് ഇങ്ങനത്തെ ഫേവറേറ്റ് കറികളാണ് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഫേവറേറ്റ് കറിയാണെങ്കിൽ താഴത്ത് കമൻറ്റ് അടിക്ക്, നമുക്കെല്ലാവർക്കും മനസ്സിലാവുമല്ലോ ആർക്കൊക്കെ ഫേവറേറ്റ് കറി ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് ഞാൻ ലേഖാക്കുന്നില്ല വീഡിയോസ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്ന വീഡിയോസിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ടീമുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ബെല്ലെന്ന നിമിഷം ക്ലിക്കും ചെയ്യണം. സപ്പോർട്ട് തീർച്ചയായും വേണം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, എന്താ വീട്ടിൽ നിന്ന് മുരിങ്ങൻ്റെ ഇല കൊണ്ട് അന്ന് കറികൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. മുരിങ്ങൻ്റെ ഇലയും ചക്കക്കൂരും വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ചക്കക്കൂരി എന്തായാലും കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. ഒന്ന് കുരികൾ മൊത്തം ഉടച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും അമ്മ അതേമാതിരി തന്നെ പിന്നെയും ഗ്യാസിന് മേലേക്ക് പിന്നെയും കയറ്റി വയ്ക്കും. അപ്പോൾ ഗൈസ് അമ്മ അടുപ്പ് കത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതേമാതിരി തന്നെ പിന്നെയും കയറ്റി വയ്ക്കും ഗ്യാസിലേക്ക്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കും. പക്ഷെ കുറുകി കിട്ടണം കറി കേട്ടോ, എന്നാലാണ് സെറ്റ് ആവുള്ളൂ കറി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മുരിങ്ങൻ്റെ ഇല ഇമയ്ക്ക് ഇടാൻ പോവാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഇല നല്ല വൃത്തിക്ക് അമ്മ നോക്കിയിട്ടൊക്കെ ഇടുകയാണ് ടൈമിക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മമ്മയോട് ഇതേമാതിരത്തെ കറികളൊക്കെ ഉണ്ടാക്കി തരാൻ പറയാം, നല്ല രസമുള്ള കറികളൊക്കെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളും കാണണം ഗൈസ് ഈ വീഡിയോസ് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ഗൈസ് ഉണ്ടോ, അത് മുഴുവൻ ഇട്ടു. അത് ഇളക്കാണ്ട് കേട്ടോ, അത് സെറ്റാക്കി ഇളക്കിയെടുക്കാണ്ട്. അപ്പോൾ ഇത് മൊത്തം അയിമിക്ക് ഇടാണ്ട് മൊത്തം ഇട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോൾ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യും, അത് ഇളക്കും. നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇളക്കി എടുക്കണം. നല്ല ഗൈസ് ഒന്ന് കറി കുറുകി കിട്ടും കേട്ടോ. അങ്ങനെ കുറുകി കിട്ടുമ്പോഴാണ് ഇങ്ങനെ ആവുള്ളൂ കറി ഗൈസ്. ഉണ്ടോ, ഇപ്പോൾ മുരിങ്ങക്കായും മറ്റേ ചക്കക്കുരി എന്തായാലും മിക്സിങ് ആയി മൊത്തമായിട്ട്. ഇനി അതിനെ കുറിച്ച് നമ്മൾ വെളിച്ചെണ്ണയും ചെറുള്ളിയും വാട്ടിയെടുക്കണം. അപ്പോൾ അമ്മ അതിനായിട്ട് ഉള്ളി നന്നാക്കുന്നു കേട്ടോ. ചെറുള്ളി നന്നാക്കിയിട്ട് ചീണ്ടത്തിക്ക് ഇടണം. ചീണ്ടത്തി അടുപ്പ് വെച്ചിട്ടുണ്ട്. അയിമിക്ക് ഇതാ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. നല്ല വൃത്തിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിൻ്റെയും തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കണം അയിമയ്ക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് വാട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് വാടി കിട്ടണം. ഒരു ഏകദേശം ഒരു മീഡിയം വാടിയാൽ മതി. നമ്മൾ എന്തായാലും വീട്ടിൽ എന്തായാലും മീൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണ കാച്ചി വയ്ക്കുമല്ലോ, അതേമാതിരി തന്നെ നമ്മൾ അയിമയ്ക്ക് ഒഴിക്കണം. അപ്പോൾ ഇതാ ചെറുള്ളി ഇങ്ങനെ വാടി വരണം കേട്ടോ. ഓഹ്, നോക്കിക്ക് സ്മെല്ലെടുക്കുന്നു കറീൻ്റെ. നല്ല ചോറും കൂട്ടി കഴിക്കാൻ പൂതിയാണ്. ഓഹ്, അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണേണ്ടതാണ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഗൈസ് ഇതാ ഒന്ന് വാടി വന്ന് സെറ്റായി ഗൈസ്. ഇനി അയിമിക്ക് ഒഴിക്കണം. അപ്പോൾ അയിമിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിരിക്കും കറി കേട്ടോ. കറി ഒന്ന് ഇളക്കണം, എന്നാലാണ് ഒന്ന് മിക്സിങ് ആവുള്ളൂ കേട്ടോ. ഉണ്ടോ, ഇതേമാതിരി നല്ല വൃത്തിക്ക് ഇളക്കിയെടുക്കണം കറി കേട്ടോ. സെറ്റായി കറി ഉണ്ടോ. നല്ല മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരിയും കൂടി മിക്സിങ് ആയിട്ടോ. അത് ഇനിയൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ചമ്മന്തി നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ചമ്മന്തി, മാങ്ങ ചമ്മന്തി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒപ്പം മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും. ഓഫ്, ഈ മാങ്ങ ചമ്മന്തിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും മാങ്ങ ചമ്മന്തി ഉപ്പിട്ട് മാങ്ങി കൊണ്ടുവന്നു, കറിയും കൊണ്ടുവന്നു. നോക്കട്ടെ ഫുഡ് ഗൈസ്. 2-3 മാസത്തിന് മേലെ നല്ല ഫുഡ് കഴിച്ചിട്ടല്ലേ. വീട്ടിലേക്ക് വന്നിട്ട് 2-3 മാസത്തിന് മേലെ നല്ല പോലെ കേട്ടോ. ഇടയ്ക്ക് വന്ന് പോവും, പക്ഷേ ഫുഡ് കഴിക്കാൻ സമയമൊന്നുമില്ല ഗൈസ്. കഴിച്ചോക്കട്ടെ കേട്ടോ. ഓ, സത്യം പറയാൻ സൂപ്പർ ഫുഡ് സത്യമായിട്ടും. 2-3 മാസത്തിന് മേലെയായി ഇപ്പോൾ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് ഗൈസ്. ഓ, നല്ല ഫീലിങ്.
അപ്പോൾ ഗൈസ് എല്ലാവരും വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിക്കാൻ നോക്കുക. അപ്പോൾ ബായ് ഗൈസ്, വീണ്ടും അടുത്ത വീഡിയോ കാണുന്ന പോലെ ബായ്.